നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പിടിച്ചെടുത്ത വാഹനങ്ങൾ തിരികെ ലഭിക്കുന്നതിന് അവസരമൊരുക്കി ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയം. ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ഓൺ ആപ്ലിക്കേഷനിലും ഇതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അല്ലെങ്കിൽ പിടിച്ചെടുത്ത ദിവസം മുതൽ 3 മാസത്തിനുള്ളിൽ വാഹനം തിരിച്ചു ലഭിക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഉപയോക്താക്കൾ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് റിട്രൈവ്ഡ് ഓഫ് അബാൻഡൻ വെഹിക്കിൾസ് എന്ന സേവനം തിരഞ്ഞെടുക്കണം. ആവശ്യമായ വിവരങ്ങൾ നൽകി ഫീസ് അടച്ചാൽ നടപടിക്രമം പൂർത്തിയാക്കാം. ടിക്ടോക്ക് ലൈവിലൂടെ UAE അപമാനിക്കുകയും തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത യുവാവിന് തടവ് ശിക്ഷ. പ്രതിയെ 3 വർഷത്തെ കഠിന തടവിന് വിധിച്ച കുവൈത്ത് കോടതി ശിക്ഷ ഉടൻ നടപ്പിലാക്കാനും ഉത്തരവിട്ടു. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചതോടെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സഹോദര രാജ്യത്തെ അപകീർത്തിപ്പെടുത്തിയ സംഭവമാണിത്. പ്രതിയെ വളരെ വേഗം തിരിച്ചറിയുകയും അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു. സൗദി അറേബ്യയിലെ സ്പോർട്സ് സെന്ററുകളിലും ജിമ്മുകളിലും സ്വദേശിവൽക്കരണം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. ഈ മേഖലയുമായി ബന്ധപ്പെട്ട 12 തരം തൊഴിലാളികളിൽ 15% സ്വദേശിവൽക്കരണമാണ് സർക്കാർ ഏർപ്പെടുത്തുന്നത്. കൂടുതൽ പൗരന്മാർക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് മാനവ വിഭവ മന്ത്രാലയം അറിയിച്ചു. അടുത്ത വർഷം നവംബർ മുതൽ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഒമാനിൽ പ്രവാസി റിക്രൂട്ട്മെന്റ് മേഖലയുടെ നിയന്ത്രണത്തിനും മേൽനോട്ടത്തിനുമായി പുതിയ അസോസിയേഷൻ രൂപീകരിച്ചു. അസോസിയേഷൻ ഓഫ് എക്സ്പാട്രിയേറ്റ് വർക്കർ റിക്രൂട്ട് ഓഫീസ് എന്നാണ് പുതിയ സംവിധാനത്തിന്റെ പേര്. രാജ്യത്ത് നിലനിൽക്കുന്ന സിവിൽ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രത്യേക സമിതി രൂപീകരിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി.